السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഉമ്മ മരിച്ചു, അവൾക്ക് നോമ്പ് പിടിക്കണമായിരുന്നു, അല്ലെങ്കിൽ നിർബന്ധമായിരുന്നു. ഒരു മാസത്തെ റമദാൻ മാസത്തെ നോമ്പ് അങ്ങനെ പിടിക്കാതെ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അവർക്ക് പകരമായി നോമ്പ് പിടിച്ചോട്ടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉവ്വ എന്ന് ഉത്തരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കടങ്ങൾ ആണ് കൊടുക്കപ്പെടേണ്ട കടങ്ങളിൽ ആദ്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കപ്പെടാൻ അർഹതയുള്ളത്. അത് അള്ളാഹുവിൻ്റെ കടമാണ് നോമ്പ് എന്ന് പറയുന്നത്, അത് കൊടുക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല എന്ന് പറയുന്നത്. സുലൈമാൻ വിശദീകരിക്കുന്നു, അൽ ഹക്കമും സലമയും പറഞ്ഞതായിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു മുസ്ലിം ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ. അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടു മുജാഹിദ് പറയുന്നത് ഇബ്നു അബ്ബാസിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, അബി ഖാലിദിൻ്റെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. അൽ ആമഷ് അബി ഖാലിദിനോട് പറഞ്ഞു, അൽ ഹക്കമിൻ്റെയും മുസ്ലിം അൽ ബത്തീൻ്റെയും സലമ ബിൻ ഖുഹൈലിൻ്റെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സയ്യിദ് ബിൻ ജുബൈർ, അതാവ്, മുജാഹിദ് എന്നിവരിൽ നിന്നാണ് കേട്ടത്. അത് ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ടാണ് കേട്ടിരിക്കുന്നത്. വേറൊരു വിശദീകരണത്തിൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, എൻ്റെ സഹോദരി മരിച്ചു. യഹ്യായും അബൂ മുആവിയയും അൽ ആമഷിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിട്ട് സയ്യിദിൽ നിന്നാണ് ഇവർക്കിത് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട് കേട്ടിരിക്കുന്നു, ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മ മരിച്ചു. പിന്നെ ഉബൈദുല്ലാ ഇബ്നു അംർ, സെയ്ദ് ഇബ്നു അബി ഉനൈസയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് അൽ ഹക്കം ആണ് പറഞ്ഞത്, അദ്ദേഹത്തിനോട് സയ്യിദ് ആണ് പറഞ്ഞത്. അദ്ദേഹം അത് ഇബ്നു അബ്ബാസിൽ നിന്നാണ് കേട്ടത്. ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എൻ്റെ ഉമ്മ മരിച്ചിരിക്കുന്നു. അവർ നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ നിയത്ത് ചെയ്തിരുന്നു, പക്ഷേ അവർക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല. മറ്റൊരു വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മ മരിച്ചു, പക്ഷേ നോമ്പ് പിടിക്കണമായിരുന്നു 15 ദിവസത്തെ. عن ابن عباس رضي الله عنهما قال جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله إن أمي ماتت عليها صوم شهري فأقضيه عنها قال نعم فدين الله أحق أن يقضى. قال سليمان فقال الحكم وسلمة ونحن جميعا جلوسا حين حدث مسلم بهذا الحديث قال سمعنا مجاهدا يذكر هذا عن ابن عباس ويذكر عن أبي خالد. حدثنا الأعمش عن الحكم ومسلم البطيني وسلمة بن كهيل عن سعيد بن جبير وعطاء ومجاهد عن ابن عباس قالت امرأة للنبي صلى الله عليه وسلم إن أختي ماتت. وقال يحيى وأبو معاوية عن الأعمش عن مسلم عن سعيد عن ابن عباس قالت امرأة للنبي صلى الله عليه وسلم إن أمي ماتت. وقال عبيد الله بن عمرو عن زيد بن أبي أنيسة عن الحكم عن سعيد عن ابن عباس قالت امرأة للنبي صلى الله عليه وسلم إن أمي ماتت عليها صوم نذر. وقال أبو حريز حدثنا كريمة عن ابن عباس قالت امرأة للنبي صلى الله عليه وسلم മാത്തത് ഉമ്മി വഅലൈഹ സൗമു 15 യൗമൻ. എപ്പോഴാണ് നോമ്പുകാരൻ നോമ്പ് മുറിക്കേണ്ടത്? മതായ ഹില്ലു ഫിത്റു സ്വായിം. അബൂ സഈദ് അൽ ഖുദ്രി അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിച്ചു. സൂര്യൻ്റെ ചക്രം, അല്ലെങ്കിൽ സൂര്യൻ ഒരു വട്ടം പോലെ അത് കാണാതെ ആയപ്പോൾ, അപ്പോൾ ചക്രവാളത്തിലേക്ക് മറിഞ്ഞു പോയപ്പോൾ. വാഫ്തറു അബൂ സഈദ് അൽ ഖുദ്രിയു ഹീന ഗാബ ഖുർസു ശംസ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭാഗത്ത് രാത്രി വന്ന് വീഴുമ്പോൾ, ഈ ഭാഗത്ത് പകൽ അപ്രത്യക്ഷമാകുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ നോമ്പ് പിടിക്കുന്ന ഒരാൾ അവൻ്റെ നോമ്പ് മുറിക്കണം. സമയത്ത് ആസിമ ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബി അൻ അബീഹി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന വഗറബത് അശ്-ശംസു ഫഖദ് അഫ്തറ അസ്-സായിം. അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്നു. ഒരു യാത്രയിൽ അദ്ദേഹം നോമ്പ് പിടിക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് പേരോട് സംസാരിച്ചു, ഇന്ന ആളെ
എഴുന്നേൽക്കുക, സവീക്ക് കുഴയ്ക്കുക വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി. അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, വൈകുന്നേരം ആവുന്നതുവരെ താങ്കൾ കാത്തിരിക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താഴെ ഇറങ്ങുക, സവീക്ക് കുഴയ്ക്കുക വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി. അവൻ വീണ്ടും മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, വൈകുന്നേരം ആവുന്നവരെ വെയിറ്റ് ചെയ്യൂലേ എന്ന് ചോദിച്ചു. അതായത് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടില്ല, നമ്മൾ മുമ്പ് കണ്ട അതേ ഹദീസ് തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, താഴെ ഇറങ്ങുക, വെള്ളം ഉപയോഗിച്ച് സവീക്ക് ഞങ്ങൾക്ക് വേണ്ടി കുഴയ്ക്കുക. അവൻ മറുപടി പറഞ്ഞു, ഇപ്പോഴും പകലല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, താഴെ ഇറങ്ങുക, ഞങ്ങൾക്ക് വേണ്ടി വെള്ളം ഉപയോഗിച്ച് സവീക്ക് കുഴയ്ക്കുക. അപ്പോൾ അദ്ദേഹം താഴെ ഇറങ്ങി സവീക്ക് അവർക്ക് വേണ്ടി കുഴച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഈ ഭാഗത്ത് നിന്ന് രാത്രി വീഴുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ രാത്രി തുടങ്ങുന്നത് കാണുമ്പോൾ നോമ്പുള്ള ആൾ നോമ്പ് മുറിക്കുക. عن عبد الله بن أبي أوفى رضي الله عنه قال كنا مع النبي صلى الله عليه وسلم في سفر وهو صائم فلما غابت الشمس قال لبعض القوم يا فلان قم فاجدح لنا فقال يا رسول الله لو أمسيت قال انزل فاجدح لنا قال يا رسول الله فلو أمسيت قال انزل فاجدح لنا قال إن عليك نهارا قال انزل فاجدح لنا فنزل فجدح لهم فشرب رسول الله صلى الله عليه وسلم ثم قال إذا رأيتم الليل قد أقبل من ها هنا فقد أفطر الصائم. നോമ്പ് മുറിക്കുന്നത് അല്ലെങ്കിൽ ഇഫ്താർ ചെയ്യുന്നത് ലഭ്യമായ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കൊണ്ടോ. യുഫ്തിറു ബിമാ തയസ്സറ മിനൽ മാഇ ഔ ഗൈരിഹി. അബ്ദുല്ലാഹിബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലായിരുന്നു. അദ്ദേഹം നോമ്പ് പിടിക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അദ്ദേഹം ആരോ ഒരാളോട് പറഞ്ഞു, താഴെ ഇറങ്ങുക, സവീക്ക് വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി കുഴയ്ക്കുക. അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ കാത്തിരിക്കുമോ വൈകുന്നേരം ആവുന്നത് വരെ? അപ്പോൾ അത് രാത്രി ആയില്ല, അല്ലെങ്കിൽ നോമ്പ് തുറക്കാറായില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, താഴെ ഇറങ്ങുക, വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി സവീക്ക് കുഴയ്ക്കുക. അദ്ദേഹം വീണ്ടും മറുപടി പറഞ്ഞു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, ഇപ്പോഴും പകലാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, താഴെ ഇറങ്ങുക, ഞങ്ങൾക്ക് വേണ്ടി വെള്ളം ഉപയോഗിച്ച് സവീക്ക് കുഴയ്ക്കുക. അങ്ങനെ അദ്ദേഹം താഴെ ഇറങ്ങി ഉത്തരവ് പാലിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, നീ രാത്രി കാണുമ്പോൾ, ഈ ഭാഗത്ത് നിന്ന് രാത്രി വീഴുന്നത് കാണുമ്പോൾ നോമ്പ് പിടിക്കുന്ന ആളുകൾ നോമ്പ് മുറിച്ചു കൊള്ളട്ടെ. എന്നിട്ട് കൈകൊണ്ട് അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചു. സമയത്തു അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു ഖാല സിർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്വായിമുൻ ഫലമ്മാ ഗറബതി ശംസു ഖാല ഇൻസിൽ ഫജ്ദഹ് ലനാ ഖാല യാ റസൂലല്ലാഹ് ലൗ അംസൈത ഖാല ഇൻസിൽ ഫജ്ദഹ് ലനാ ഖാല യാ റസൂലല്ലാഹ് ഇന്ന അലൈക നഹാറൻ ഖാല ഇൻസിൽ ഫജ്ദഹ് ലനാ ഫനസല ഫജദഹ ثم قال إذا رأيتم الليل أقبل من ها هنا فقد أفطر الصائم وأشار بإصبعه قبل المشرق. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്, സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള ആൾ വിചാരിച്ചു സൂര്യൻ അസ്തമിച്ചിട്ടില്ല, മലയുടെ പുറകിലോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പുറകിൽ ആയി ഒളിച്ചിരിക്കുകയായിരിക്കും എന്ന് അദ്ദേഹം ഊഹിച്ചു. അതല്ലെങ്കിൽ കാർമേഘമുള്ള സമയമായിരിക്കും, അതുകൊണ്ട് സൂര്യൻ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നോമ്പ് തുറക്കാൻ വേണ്ടി തിരക്കൂടുന്നത് തഅ്ജീലിൽ ഇഫ്താരി. സഹൽ ബിൻ സഅദ് വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആളുകൾ നേർമാർഗത്തിലായിരിക്കും ഇഫ്താർ അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ നിങ്ങൾ തിരക്ക് കൂട്ടുന്നത് വരെ. അപ്പോൾ സാരില്ല, സമയമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കുത്തിയിരിക്കുന്നത് നമ്മൾ നേർമാർഗത്തിൽ നിന്നും മാറിപ്പോകുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. നോമ്പ് തുറക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുക, ആ സമയമാകുമ്പോഴത്തേക്കും കടക്കടാന്ന് ചാടി നോമ്പ് തുറക്കുക. അല്ലെങ്കിൽ വാങ്കുളിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിയട്ടെ, അല്ലെങ്കിൽ 2 പറയട്ടെ, അല്ലെങ്കിൽ 4 തക്ബീറോടെ കഴിയട്ടെ, അങ്ങനെയൊന്നും പാടില്ല. സമയമായി മൈക്കിൽ മുട്ടി അതല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എത്രയും പെട്ടെന്ന് നോമ്പ് തുറക്കുക. അതിനുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് റെഡിയായി ഇരിക്കുക. അൻ സഹൽ ബിൻ സഅദിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിൽ ആയിരുന്നു. അദ്ദേഹം നോമ്പ് പിടിക്കുകയായിരുന്നു വൈകുന്നേരം വരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞു, താഴെ ഇറങ്ങുക, വെള്ളം കൊണ്ട് എനിക്ക് വേണ്ടി സവീക്ക് കുഴയ്ക്കുക. അദ്ദേഹം മറുപടി പറഞ്ഞു, വൈകുന്നേരം ആവുന്നതുവരെ താങ്കൾ കാത്തിരിക്കില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, താഴെ ഇറങ്ങുക, വെള്ളം ഉപയോഗിച്ച് എനിക്ക് വേണ്ടി സവീക്ക് കുഴയ്ക്കുക. നീ ഇവിടെ നിന്ന് രാത്രി വീഴുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ രാത്രി ആവുന്നത് കാണുമ്പോൾ നോമ്പ് പിടിച്ചിട്ടുള്ള ആൾ നോമ്പ് തുറക്കണം അല്ലെങ്കിൽ ഇഫ്താർ ചെയ്യണം.
عن ابن أبي أوفى رضي الله عنه قال كنت مع النبي صلى الله عليه وسلم في سفر فصام حتى أمسى قال لرجل انزل فاجزح لي قال لو انتظرت حتى تمسي قال انزل فاجزح لي إذا رأيت الليل قد أقبل من ها هنا فقد أفطر الصائم. ആരെങ്കിലും നോമ്പ് തുറക്കുന്നു അല്ലെങ്കിൽ ഇഫ്താർ ചെയ്യുന്നു, സമയമായി എന്ന് വിചാരിച്ച് തിരക്ക് പിടിച്ച് നോമ്പ് തുറന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് സൂര്യൻ അവിടെ അസ്തമിച്ചിട്ടില്ല, അവിടെ എപ്പോഴും സൂര്യൻ ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ അതിന് പകരമായി നോമ്പ് പിടിക്കേണ്ടതുണ്ടോ? ഇദാഫ്തറ ഫി റമളാന സുമ്മ ത്വലഅത്തി ശംസു. അബൂ ഉസാമ വിശദീകരിക്കുന്നു, ഹിശാം ഇബ്നു ഉർവ പറഞ്ഞതായിട്ട് ഫാത്തിമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾ നോമ്പ് തുറന്നു അല്ലെങ്കിൽ ഇഫ്താർ നടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഒരു കാർമേഘം ഉള്ള ദിവസം ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ തിരിച്ചു വന്നു. ഹിഷാമിനോട് ചോദിക്കപ്പെട്ടു, അപ്പോൾ അവരോട് നോമ്പ് പകരം അതിന് നഷ്ടപ്പെട്ട നോമ്പിന് പകരമായി വേറൊരു നോമ്പ് പിടിക്കാൻ ഉത്തരവിട്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, ഉവ്വ, അതിന് പകരം നോമ്പ് പിടിക്കേണ്ടി വന്നു. മാബർ പറയുന്നു, ഹിഷാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവരതിന് പകരം നോമ്പ് പിടിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഫത്തുഹുൽ ബാരി കാണുക. അപ്പോൾ അത് ഇച്ചിരി സംശയമുള്ള കാര്യമായി തന്നെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോമ്പ് തുറന്നത് തെറ്റിപ്പോയി, അതുകൊണ്ട് പകരം നോമ്പ് പിടിക്കുക എന്ന് വേണമെങ്കിൽ ഊഹിക്കാം. ഹദസന അബൂ ഉസാമത അൻ ഹിശാമിൻ ഇബ്നു ഉർവത അൻ ഫാത്തിമത അൻ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ ഖാലത്ത് അഫ്തർനാ അലാ അഹ്ദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖായിമിൻ ثم طلعت الشمس قيل لهشام فأمروا بالقضاء قال بد من قضاء وقال معمر سمعت هشاما يقول لا أدري أقضوا أم لا. കുട്ടികളുടെ നോമ്പ് സൗമിസുബിയാൻ. ഉമർ റളിയല്ലാഹു അൻഹു റമളാൻ മാസത്തിൽ ഒരു കള്ളുകുടിയനെ കണ്ടു. അവനോട് പറഞ്ഞു, നിനക്ക് നാശം, ഞങ്ങളുടെ കൊച്ചു കുട്ടികൾ പോലും നോമ്പ് പിടിക്കുന്നു, നീ അപ്പോൾ കള്ളു കുടിച്ച് നടക്കുന്നു. എന്നിട്ട് അയാൾക്ക് അദ്ദേഹം ഒരു ശിക്ഷയും കൊടുത്തു. അപ്പോൾ മാതൃകാപരമായ അന്ന് നിലവിലുള്ള എന്തോ ഒരു ശിക്ഷ. വഖാല ഉമർ റളിയല്ലാഹു അൻഹു ലിനശ്വാൻ ഫി റമളാന വൈലക്ക വസുബിയാനുന സുയാമുൻ ഫളറബഹു. അടിച്ചു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അടി കൊടുത്തു. അപ്പോൾ എത്ര കിലോക്ക് അടി കണക്ക് എന്തെങ്കിലും കാണുമായിരിക്കും. അല്ലാഹുആലം. റുബായി ബിന്ത് മുഅവ്വിദ് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദേശവാഹകനെ അയച്ചു, അല്ലെങ്കിൽ ഒരാളെ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട്. അൻസാരികളുടെ ഗ്രാമത്തിലേക്കാണ് അയച്ചത്. ആശൂറ ദിവസത്തിൻ്റെ രാവിലെ ആയിരുന്നു, 10 മുഹറം. അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നോ അവർ ഇനി തിന്നരുത്, പക്ഷെ നോമ്പ് പൂർത്തീകരിക്കുക. ആരൊക്കെ നോമ്പ് പിടിക്കുകയാണോ അല്ലെങ്കിൽ തിന്നാതിരുന്നോ ഇതുവരെ, അവർ നോമ്പ് പൂർത്തീകരിക്കുക. അവൾ കൂട്ടിച്ചേർക്കുന്നു, അന്ന് മുതൽ ഞങ്ങൾ ആ ദിവസം സ്ഥിരമായി നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയും നോമ്പ് പിടിപ്പിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കമ്പിളി കൊണ്ട് പല പാവകളെയും ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെയുള്ള സോഫ്റ്റ് ടോയ്സൊക്കെ പോലത്തെ എന്തൊക്കെയോ കമ്പിളി കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു. ആരെങ്കിലുമൊക്കെ വിശന്നിട്ട് ആഹാരം വേണം എന്ന് പറഞ്ഞ് കരഞ്ഞാൽ അവർക്ക് ഈ കളിപ്പാട്ടം കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലൊക്കെ അവരെ നോമ്പ് തുറക്കുന്ന സമയം വരെ പിടിച്ചിരുത്തുമായിരുന്നു. അപ്പോൾ കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കാം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അനിർ റുബയ്യ ബിൻത് മുഅവ്വിദിൻ ഖാലത്ത് അർസല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത അശൂറാ ഇലാ ഖുറാ അൽ അൻസാർ മൻ അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയ്യത യൗമിഹി വമൻ അസ്ബഹ സ്വായിമൻ ഫൽയസും. ഖാലത്ത് ഫകുന്നാ നസുമു ബഅദു വനുസവ്വിമു സിബിയാനന വനജാലു ലഹുമുൽ ലുഅബത മിനൽ ഇഹ്നി ഫഇദാ ബക അഹദുകും അല ത്വാമി അതൈനാഹു ദാലിക ഹത്താ യകൂന ഇൻദൽ ഇഫ്താർ. അൽ വിസാൽ, തുടർച്ചയായി നോമ്പ് പിടിക്കുന്നത്, രാവോ പകലോ ഒന്നും തിന്നാതെ, അത് 1 2 അതിൽ കൂടുതലോ ദിവസം ആയിരിക്കാം. അൽ വിസാൽ. ആരെങ്കിലും പറഞ്ഞാൽ രാത്രിയിൽ നോമ്പില്ല എന്ന്, രാത്രിയിൽ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അല്ലാഹു തആലയുടെ വചനം, നിങ്ങൾ നിങ്ങളുടെ നോമ്പുകളെ രാത്രി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ പൂർത്തീകരിക്കുക. 2-ാമത്തെ സൂറത്ത് 187-ാമത്തെ ആയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു അൽ വിസാൽ, തുടർച്ചയായി രാവും പകലും നോമ്പ് പിടിക്കുന്നത്. കാരണം അത് മുസ്ലിങ്ങൾക്ക് ഒരു കരുണ അല്ലെങ്കിൽ ദയ ആണ്. അവരെ ആരോഗ്യപരമായി നിലനിർത്താനും വേണ്ടിയിട്ടാണ്, അല്ലാതെ പട്ടിണി കിടന്ന് ചത്തുപോകാൻ വേണ്ടിയിട്ട് അല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ആരാധനയിൽ അതിരിട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ട് ആണ്. അത് അദ്ദേഹം വെറുത്തിരുന്നു. ومن قال ليس في الليل صيام لقوله عز وجل ثم أتم
الصيام إلى الليل البقرة 187 ونهى النبي صلى الله عليه وسلم عنه رحمة لهم وإبقاء عليهم وما يكره من التعمق. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അൽ വിസാൽ നിങ്ങൾ ചെയ്യരുത്, അതായത് രാപകലില്ലാതെ തുടർച്ചയായി നോമ്പ് പിടിക്കരുത്. വൈകുന്നേരം നോമ്പ് തീരുമ്പോൾ ആഹാരം കഴിക്കണം, അത് ചെയ്യാതെ പിറ്റേ ദിവസത്തേക്ക് പോകരുത്. അപ്പോൾ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അപ്പോൾ താങ്കൾ അൽ വിസാൽ ചെയ്യാറുണ്ടല്ലോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ആരെയും പോലെ അല്ല, എനിക്ക് ആഹാരവും വെള്ളവും അള്ളാഹു രാത്രിയിൽ തരുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിൽ റസൂലിന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്, കഴിക്കുമല്ല, ശരീരത്തിലേക്ക് നേരിട്ട് എന്തോ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നില്ല, പക്ഷേ കുടിക്കുന്നതിനും തിന്നുന്നതിനും പകരമുള്ളത് ശരീരത്തിൽ രാത്രിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ. അത് റസൂലിൻ്റെ ഒരു മുഅ്ജിസത്താണ്, നമ്മൾ നേരത്തെ കണ്ടതും ആണ്. അപ്പോൾ റസൂൽ അൽ വിസാൽ ചെയ്യാറുണ്ടായിരുന്നു, കുറച്ച് ദിവസമൊക്കെ, ഒരു ദിവസം 2 ദിവസമോ 3 ദിവസമൊക്കെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പാടില്ല. أن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال لا تواصلوا قالوا إنك تواصل قال لست كأحد منكم إني أطعم وأسقى أو إني أبيت أطعم وأسقى. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനല്ല എന്നും കൂടി വേണമെങ്കിൽ ഊഹിക്കാം. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.